ഡയറക്റ്റ് എവിഡൻസ് ഉണ്ടെങ്കിൽ കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അവർക്ക് അതിനുള്ള മോട്ടീവ് ഉണ്ടായിരിക്കണം. മോട്ടീവ് ഇല്ലാത്തടത്തോളം കാലം കോടതിക്ക് എങ്ങനെ ഇത് പിന്നെ ഡയറക്റ്റ് എവിഡൻസ് ഇല്ല. 1 മുതൽ 6 വരെ ശിക്ഷിച്ചല്ലോ, അതിന്റെ മോട്ടീവ് എന്താ പറയുന്നത്? അത് അവർ തീരുമാനിക്കട്ടെ. അത് പ്രതികളാണെന്ന് കാണുന്നവരെയല്ലേ ശിക്ഷിക്കുള്ളൂ കോടതി. പ്രതികളല്ല എന്നുള്ളവരെ വെറുതെ വിടും. അത് നിയമമല്ലേ. നീതിയുക്തമായ വിധി തന്നെയാണ് നടപ്പായിരിക്കുന്നത്. അതിൽ യാതൊരു മാറ്റവും. അവർക്കുമുണ്ട് അവകാശങ്ങൾ, പ്രതികൾക്കുണ്ട്. ഒരിക്കലും ഒരു മോശമായ വിധിയാണെന്ന് പറയാൻ പറ്റില്ല. കോടതിയെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന രൂപത്തിലാണ് നേരത്തെ കടന്നുപോയ വക്കീൽ പറഞ്ഞത്. അതെങ്ങനെ ശരിയാവുക? കോടതി വിവിധ വശങ്ങൾ പഠിച്ച് ഇത്രയും കാലം എടുത്തിട്ടാണ് വിധി പറയുന്നത്. അപ്പോൾ കോടതിക്ക് വലിയ വീഴ്ച വന്നെന്ന് നമ്മൾ അങ്ങനെ പുറത്തിറങ്ങി നിന്നിട്ടൊരു വക്കീൽ ചുമ്മാ അങ്ങോട്ട് വിളിച്ച് പറയാന്ന് പറയുന്നത് എനിക്ക് ഒരു മാന്യതയാണ്. ഒരു ശരിയായൊരു നടപടിക്രമമല്ല. ഖലീഖ് സമാൻ വിധി വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രതികളെ വെറുതെ വിട്ടതും അത് ശിക്ഷിക്കപ്പെടുന്നതും എല്ലാം കോടതിയുടെ കണ്ടെത്തലുകളാണ്. അതിൽ തെളിവില്ലാതെ വരുന്നവരെ വെറുതെ വിടും. അത് കോടതിയുടെ ഒരു നീതിന്യായ സംഹിതയുടെ ഒരു ഭാഗമാണിത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പരാജയമാണോ അതോ? ഇല്ല, ഒരിക്കലും ഇല്ല. അവരുടെ ഡ്യൂട്ടി നന്നായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ ശിക്ഷിക്കപ്പെടില്ലല്ലോ. നന്നായിട്ട് പിന്നെ പ്രോസിക്യൂഷനും അതനുസരിച്ച് ചെയ്തുകൊണ്ടാണ് ബാക്കിയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത്. പിന്നെ ഒരു ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാതെ കുറേ പ്രതികളെ അത് പത്രങ്ങളിൽ വരുന്നവരെ എല്ലാവരും ശിക്ഷിക്കപ്പെടണം, അതല്ലെങ്കിൽ അത് നീതിക്ക് അനുയോജ്യമാണെന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ദിലീപിനെതിരെ വേണ്ടത്ര തെളിവുകളുണ്ടായിരുന്നു. തെളിവില്ലാത്തത് കൊണ്ടാണ് വെറുതെ വിടുന്നത്. തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും, തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും. മുകളിലോട്ടുള്ള കോടതികളിലോട്ടുള്ള ആയിക്കോട്ടെ. ഈ പിന്നെ കീഴ്ക്കോടതി എന്താണ് വിധിച്ചത് അതിന് അപ്പീൽ പോകാനുള്ള അവസരങ്ങളുണ്ടല്ലോ. അപ്പോൾ കോടതി വളരെ നെഗറ്റീവായിട്ടാണ് ജഡ്ജ്മെന്റ് പ്രസ്താവിച്ചിരിക്കുന്നത്. അതിൽ ഇന്ന കാര്യങ്ങൾ വളരെ അക്കമിട്ട് നിരത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.